തമിഴകത്തിന്റെ അമ്മ ഇനി ജനമനസ്സുകളിൽ മാത്രമാണ്. ജയലളിതയ്ക്ക് MGR സ്മാരകത്തിനടുത്തായി മെറിന ബീച്ചിലെ MGR സ്മാരകത്തിനടുത്തായി അന്ത്യവിശ്രമം നൽകി കഴിഞ്ഞു. ജോർജറ്റ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജോർജറ്റ്, ജനമനസ്സുകളിലായി ഒതുങ്ങാൻ സാധ്യതയില്ല ഒരിക്കലും. കാരണം ഒരു നാട് മുഴുവൻ അമ്മ എന്ന പേരിട്ട് വിളിച്ചിരുന്ന, രാഷ്ട്രീയത്തിലാണെങ്കിൽ കൂടി പേരെടുത്ത ഒരു ധീര വനിതയെന്ന് പറയാവുന്ന ജയലളിത ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ജനങ്ങളെല്ലാം തന്നെ കണ്ണീരോടെയാണ്, വിലാപയാത്രയിൽ ഉൾപ്പെടെ കണ്ണീരോടെയാണ് യാത്രയാക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് സജേഷ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചും MGR വിലാപയാത്രയെ ഓർക്കുന്ന രീതിയിലുള്ള വിലാപയാത്ര തന്നെയായിരുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ധന്യ, ജയലളിതയില്ലാത്ത ഒരു തമിഴകമാണ് ഇനി ഉള്ളത്. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ കഴിഞ്ഞ 7 പതിറ്റാണ്ടോളം വ്യക്തിപ്രഭാവം നെളിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു ജയലളിത. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രഭാവമുള്ള ഒരു വ്യക്തിത്വം വിടവാങ്ങിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് സംസ്കാര ചടങ്ങുകൾ മറീന ബീച്ചിൽ പൂർത്തിയായത്. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ജയലളിതയ്ക്ക് വിടവാങ്ങൽ നൽകിയത്. വ്യോമ, കര, നാവികസേനാംഗങ്ങൾ, കേന്ദ്രമന്ത്രിമാരുടെ അന്തിമോപചാരം അർപ്പിച്ച നിമിഷങ്ങൾ ഒക്കെ ആയിരുന്നു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ദ്രാവിഡ ആചാരപ്രകാരമായിരുന്നു ജയലളിത സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. തോഴി ശശികല ഇക്കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും സംസ്കാര ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, മുഖ്യമന്ത്രി പനീർശെൽവം, ഗവർണർ വിദ്യാസാഗര റാവു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ മെറീന ബീച്ചിലെത്തി അന്തിമോപചാരം ജയലളിതയ്ക്ക് അർപ്പിച്ചു. പാതയോരങ്ങളിൽ, വഴിയോരങ്ങളിലൊക്കെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. രാവിലെ മുതൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒഴുകിയെത്തിയ ജനസഞ്ചയം അവസാന വിലാപ യാത്രയിലും ജയയ്ക്കൊപ്പം മറീന ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അലമുറയിട്ട് കരയുന്ന കാഴ്ച, തങ്ങളുടെ അമ്മ നഷ്ടമായതിൻ്റെ ദുഃഖം ഓരോ വ്യക്തികളുടെയും അവിടെ ഒഴുകിയെത്തിയ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു. പുലർച്ചെ മുതൽ രാരാജി ഭവനിൽ പൊതുജനങ്ങൾക്ക് മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരുന്നു. നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയത്. സാധാരണക്കാർക്ക് പുറമെ രാഷ്ട്രീയ പ്രമുഖർ, സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖരൊക്കെ അവിടെ എത്തി. പ്രധാനമന്ത്രി അന്തിമോപചാരം അർപ്പിക്കാൻ ചെന്നൈയിലെത്തിയിരുന്നു. ഒപ്പം രാഷ്ട്രപതി എത്തി. വിവിധ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ എത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം ഗവർണർ, സ്പീക്കർ ഉൾപ്പെടെയുള്ളവരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്ന് ചെന്നൈയിലെത്തിയിരുന്നു. ഇവരൊക്കെ രാരാജി ഹാളിലെത്തിയാണ് ജയയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. അതിനു മുമ്പേ ജയലളിതയുടെ ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡനിൽ ഏതാനും മണിക്കൂറുകൾ മൃതദേഹം സൂക്ഷിച്ചിരുന്നു. ജയലളിതയുമായി അടുത്ത ബന്ധമുള്ള ജനപ്രതിനിധികളും ജയയുടെ ഉറ്റ സുഹൃത്തുക്കളുമൊക്കെ ഔദ്യോഗിക വസതിയിലാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ജയലളിത മരിച്ചത് എന്നായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ആ നിമിഷം മുതൽ തമിഴകം ഒന്നാകെ തേങ്ങുന്ന കാഴ്ചയായിരുന്നു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ജയയില്ലാത്ത ഒരു തമിഴ്നാടാണ് ഇനിയുള്ള കാണാൻ കഴിയുക. ജയയില്ലാത്ത ഒരു രാഷ്ട്രീയം കൂടി തമിഴ്നാട്ടിൽ നിന്ന് കാണേണ്ടി വരും. അമ്മയെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തമിഴകമായിരിക്കും ഇനിയുള്ളത്. ഭൗതികമായി ജയയുടെ സാമീപ്യം ഇനി തമിഴ് ജനതയ്ക്ക് അനുഭവിക്കാൻ അറിയില്ല. ഒരു ജയായുഗത്തിന് തന്നെ അവസാനമായി എന്ന് വേണം ഈ നിമിഷം നമ്മൾക്ക് ഓർക്കാൻ. ധന്യ, ജോർജറ്റ് പറഞ്ഞതുപോലെ തലൈവിക്ക് തമിഴ്നാട് യാത്ര നൽകിയിരിക്കുകയാണ്. തമിഴ് മക്കൾക്ക് അമ്മയായിരുന്നു ജയലളിത. വെള്ളിത്തിരയെയും വെല്ലുന്ന സംഭവ ബഹുലമായ ജീവിതത്തിനാണ് പുരച്ചി തലൈവിയുടെ മരണത്തോടെ തിരശീല വീഴുന്നത്. സിനിമയിലും രാഷ്ട്രീയത്തിലും നികത്താനാവാത്ത നഷ്ടമാണ് ജയലളിതയുടെ വിയോഗം. കൗമാരത്തിലെ സിനിമയിലെത്തി അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കും ചുവടുവെച്ച് തമിഴ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അനിഷേധ്യ ശക്തിയായി വളർന്നയാളാണ് ജയലളിത ജയറാം എന്ന ജയലളിത, പുരട്ചി തലൈവി. AIDMK എന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, 5 തവണ തമിഴ്നാടിന്റെ ഭരണചക്രം തിരിച്ച ഉരുക്കുവനിത, ഒരു കാലത്ത് തെന്നിന്ത്യയിലെ സൂപ്പർ നായിക, അങ്ങനെ
പുരട്ചിത്തലവിക്ക് ചാർത്തിക്കൊടുക്കാൻ വിശേഷണങ്ങൾ ഏറെ. അനധികൃത സ്വത്ത് സമ്പാദന കേസ് എന്ന ഊരാക്കുടുക്കിനെയും അഴിച്ചെടുത്ത് സ്വയം മുന്നേറിയ ജയലളിത. 1948 ഫെബ്രുവരി 24 ജനനം. തമിഴ് സിനിമാ നടിയായിരുന്ന അമ്മ സന്ധ്യയുടെ നിഴലിലൂടെ ആദ്യം രംഗപ്രവേശം സിനിമയിലേക്ക്. 15-ാം വയസ്സിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1964 16-ാം വയസ്സിൽ കന്നഡ ചിത്രമായ ചിന്നഡ കോമ്പയിൽ നായികയായി അരങ്ങേറ്റം. MGRനൊപ്പം അഭിനയ ജീവിതം ആരംഭിച്ച ജയലളിതയെ അദ്ദേഹത്തോടുള്ള അടുപ്പമാണ് രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. 1980 AIADMKയിലെ അംഗമായി. എന്നാൽ ജയലളിതയുടെ വരവ് അന്നത്തെ പാർട്ടിയിലെ താപ്പാനകൾക്കൊന്നും അത്ര രസിച്ചിരുന്നില്ല. ആദ്യമാദ്യം ആരും അതൊന്നും പരസ്യമായി പ്രകടിപ്പിച്ചില്ല. MGR ആരോഗ്യത്തോടെയിരുന്ന കാലം വരെയും ആരും എതിർപ്പുമായി രംഗത്തുവരാനും ധൈര്യപ്പെട്ടില്ല. ഇതിനിടെ MGRന്റെ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചുമതലയും ജയലളിതയ്ക്കാക്കിയതോടെ ഇഷ്ടക്കേട് വർദ്ധിച്ചു. MGR ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയതോടെ പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി ജയലളിത വളർന്നു. പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചുകൊണ്ട് MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് DMK അധികാരത്തിലെത്തി. DMKയുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞു. ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലാതെയായി. 1991 തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോട് ജയിച്ച ജയ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി. എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ജയയുടെ ഭരണകാലത്ത് ഉണ്ടായത്. 1996 തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ ജയലളിത അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയലളിതയ്ക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി രൂപവൽക്കരിക്കുകയും ചെയ്തു. 2001 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന ജയയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു. എങ്കിലും AIADMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിക്കപ്പെട്ട ജയയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ഫാത്തിമ ബീവി ക്ഷണിച്ചു. ഇത് ഏതാണ്ട് 4 മാസം നീണ്ടുനിന്ന നിയമയുദ്ധത്തിലേക്കാണ് നയിച്ചത്. മുഖ്യമന്ത്രിയായി തുടരാൻ ജയയ്ക്ക് യോഗ്യതയില്ലെന്ന് 2001 സെപ്റ്റംബർ 21 സുപ്രീംകോടതി വിധിച്ചതോടെ ജയയുടെ ഭരണം അവസാനിച്ചു. അന്ന് തന്നെ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. സംഭവബഹുലമായിരുന്നു അവർ അധികാരത്തിലിരുന്ന 4 മാസങ്ങൾ. മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും 2 കേന്ദ്രമന്ത്രിമാരെയും അവർ അറസ്റ്റ് ചെയ്തു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ MGRുമായുള്ള വലിയ സിനിമാ സൗഹൃദമാണ് ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനിടയാക്കിയത്. തുടർന്നുള്ള ജയയുടെ രാഷ്ട്രീയ ജീവിതം സംഭവബഹുലമാണ്. AIADMKയുടെ പകരം വയ്ക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവായാണ് ജയ അറിയപ്പെടുന്നത്. 1980 ജയലളിത MGR എന്ന MG രാമചന്ദ്രന്റെ AIADMKയിൽ അംഗമാവുന്നത്. MGRുമായുള്ള അഭിനയ ജീവിതമായിരുന്നു അദ്ദേഹവുമായുള്ള വലിയ അടുപ്പത്തിന് കാരണം. എന്നാൽ അവരുടെ രാഷ്ട്രീയ പ്രവേശനം മുതിർന്ന നേതാക്കൾക്കൊന്നും താൽപ്പര്യമുണ്ടായിരുന്നില്ല. അവർക്കെതിരായി വ്യക്തമായ ചേരിതിരിവ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായി. MGR അസുഖം മൂലം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയപ്പോഴാണ് ജയലളിത പാർട്ടിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി ഉയർന്നത്. 1984 ജയലളിത ആദ്യമായി തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. MGRന്റെ മരണത്തിനുശേഷം രാജ്യസഭാ അംഗമെന്ന സ്ഥാനം രാജിവെച്ച് ജയ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുപോന്നു. പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചുകൊണ്ട് MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ AIADMK പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് DMK അധികാരത്തിലെത്തി. കരുണാനിധി മുഖ്യമന്ത്രിയായി. DMKയുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലെത്തിക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞു. ജാനകി രാമചന്ദ്രന് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറേണ്ടിയും വന്നു. ഇതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലാതായി. 1991 തെരഞ്ഞെടുപ്പിൽ AIADMK വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ജയലളിത ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി. എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ജയയുടെ ഭരണകാലത്ത് ഉണ്ടായത്. 1996 തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു. ജയലളിതയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയലളിതയ്ക്കെതിരെ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി തന്നെ രൂപവൽക്കരിക്കുകയും ചെയ്തു. തുടർന്ന് 2001 തെരഞ്ഞെടുപ്പിൽ ജയ മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും
അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്നവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ AIADMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിക്കപ്പെട്ട ജയലളിതയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ഫാത്തിമ ബീവി ക്ഷണിച്ചു. ഇതേതാണ്ട് 4 മാസം നീണ്ട നിയമയുദ്ധത്തിലേക്ക് വഴിതിരിഞ്ഞു. മുഖ്യമന്ത്രിയായി തുടരാൻ ജയയ്ക്ക് യോഗ്യതയില്ലെന്ന് 2001 സെപ്റ്റംബർ 21 സുപ്രീം കോടതി വിധിച്ചതോടെ ജയയുടെ ഭരണം അവസാനിച്ചു. അന്ന് തന്നെ ജയ രാജിവെക്കുകയും ചെയ്തു. സംഭവബഹുലമായിരുന്നു അവർ അധികാരത്തിലിരുന്ന 4 മാസങ്ങൾ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും 2 കേന്ദ്രമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ജയ പകരം തീർത്തു. തുടർന്ന് 2002 2011 AIADMK വിജയിച്ചു കയറി ജയലളിത മുഖ്യമന്ത്രിയായി.